സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചായക്കട നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചായക്കടയിൽ സ്പെഷ്യലായിട്ടൊരു ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്നാൾ ഞാൻ വന്നപ്പോഴേ എന്നിങ്ങനെ ഒരു ചായയും ഒരു കടി, ആ കടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുന്നവര് ഇവര് പറയണൊക്കെ കാട്ടില്ലേ? രാഹുലിനെ ഇതിൽ കാണുമ്പോ തന്നെ ആൾക്കാർ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു കടി. ഈ കടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പാക്കറ്റിലാണ് സംഗതികൾ വരുന്നത്. ഇപ്പോഴത്തെ മൂപ്പര് എന്താണ് പേര്? ഇതാ നമ്മളെ ബാബേട്ടൻ സ്വന്തം കൈപ്പടയിൽ ഉണ്ടാക്കുന്ന പപ്പടവട. ഇതിൻ്റെ പേരാണ് പപ്പടവട. പപ്പടവട എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വേറെന്തോ പേര് പറയും. എന്താണ്? പപ്പടപ്പം. അങ്ങനെയും കുറേ ആൾക്കാർ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 10 വയസ്സുള്ള കാലത്ത് എൻ്റെ ഉപ്പ ഒരു ചായക്കടയിൽ പോയിട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചായ ഒരു പപ്പടവടയും അന്നത്തെ കാലത്ത് നമുക്ക് മേടിച്ചു തരുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഇതേനെ വണ്ടിയിട്ട് പോണ കാലത്ത് മൂപ്പര കടയിൽ കയറിയപ്പോൾ ഇത് സ്വന്തം കൈപ്പടയിൽ ഉണ്ടാക്കിയ ഒരു പപ്പടവടയിൽ. അപ്പോൾ ഒരു വെള്ളച്ചായയും ഒരു പപ്പടവട ഞാൻ കഴിച്ചപ്പോൾ ഒരു ഓർമ്മ വന്നു. എൻ്റെ പഴയ കാലം 40 കൊല്ലത്തിന് മുന്നുള്ള ഒരു കാലം. ആ കാലത്തെ ഒരു ഓർമ്മ അന്ന് വന്നു. ഞാനൊരു വെള്ളച്ചായയും ഒരു പപ്പടവട വീണ്ടും കഴിക്കാൻ പോകും. ഇതാണ് ഞാൻ പറഞ്ഞ പപ്പടവട. ഈ പപ്പടവട ഇടയ്ക്ക് തിന്നുമ്പോൾ നമുക്ക് രുചിയാണ്. ആ സമയത്ത് കടയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ ആക്കി വെക്കുന്ന പപ്പടവട. ഇതാണ് മൂപ്പര കൈപ്പടയിൽ ഉണ്ടാക്കുന്ന ബാബേട്ടനല്ലേ? ബാബേട്ടൻ കുറേ കാലമായി. ആ രുചി നമ്മൾ പഴയ ഒരു രുചി വന്നപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ സ്ഥിരം ആയിട്ട് ഇപ്പം നമ്മൾ പഴയ കാലത്ത് 4 മണിച്ചായൻ്റെ ഒപ്പം പപ്പടവട, അല്ലെങ്കിൽ മറ്റേ അരിമണി ചായ, പിന്നെ തേങ്ങ ഇട്ടത് അല്ലേ? ആണല്ലേ? 4 മണിച്ചായ ഉണ്ടായാലും ഒരു 4 മണിക്ക് ഒരു ചായ ഉള്ളപ്പോൾ അരി വറുത്ത ചായ നമ്മളെല്ലാവരും കഴിച്ചിരിക്കുന്ന ഇഷ്ടമാതിരി. ഇന്നല്ലേ ബേക്കറി സാധനങ്ങളൊക്കെ വന്നേ അന്ന്. പിന്നെ പപ്പടപട, അവില്. ഇന്നിപ്പോൾ അവിലാരും കഴിക്കുമോ? ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു ബേക്കറി. രാവിലെയും വേണം ബേക്കറി, 4 മണിച്ചായന്റെ കടിയും വേണം ബേക്കറി. ഇതിപ്പോ എന്താ പറയാ, പപ്പടപട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലായിടത്തും പൊരിച്ചിരിക്കുന്നത് കുറവാണ്. ഞാൻ ഇപ്പൊ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഒരു ചായയും കുടിക്കാം. അപ്പൊ പഴയ കാലം ഓർമ്മ വരും ചെയ്യുമല്ലോ. പാക്കറ്റിൽ ഇറങ്ങുന്ന കടയില്ല, അത് നൈസ് പാക്കറ്റ് ഇഷ്ടമല്ല. അപ്പൊ ഞാനത് ഒറിജിനൽ സാധനം നമ്മുടെ വീട്ടിൽ വിളിക്കുന്നതല്ലേ, നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ വെള്ളച്ചായ പണ്ട് കാലത്ത് നമ്മളിപ്പ എനിക്ക് വാങ്ങി തന്നെയാണ് വെള്ളച്ചായ. ഇന്നിപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ആരെയും പോയി വാങ്ങിക്കൊണ്ടു കൊടുക്കുക. ഇന്നിപ്പോൾ എല്ലാം ചിക്കൻ പപ്സ്, പിന്നെ ഷവർമ, കട്ട്ലറ്റ്. ഇന്നിപ്പോൾ 4 മണിക്ക് പോവുക, കട്ട്ലറ്റ്, 7up, പെപ്സി. അന്നൊക്കെ നമ്മളെ വ്യാപാരി പോയി ചായക്കട കൊണ്ടുപോയിട്ട് ഒരു പപ്പടവട കൊടുക്ക്, ഒരു വെള്ളച്ചായ കൊടുക്ക്, നമ്മളെ കുട്ടിക്ക് ഒരു വെള്ളച്ചായ കൊടുക്ക്. ഇന്ന് അങ്ങനെ ഇല്ല. ഇന്ന് 7up, പിന്നെ എന്താണ് നമ്മളെ ഷവർമ. എല്ലാരും അങ്ങനെ തന്നെ. ഈ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യാ? അപ്പൊ ഇതൊരു ഓർമ്മക്ക് വേണ്ടി ഒന്ന് കഴിക്കണം കേട്ടാ. ബാബേട്ടാ, എന്നിട്ട് ബാബേട്ട എന്ത് പറഞ്ഞ സുഖല്ലേ? എന്താണ് ഇവിടെ അടുത്തന്നെ വീട്? ബാബേട്ടന് ഇവിടെ കുറെ കാലമായി കച്ചവടം? 4 വർഷം. അതിന് മുന്നേ എന്തായിരുന്നു? അതിന് മുന്നേ ഞാനൊരു കൽപ്പണിക്കാരനാണ്. അങ്ങനെ അപ്പൊ പിന്നെ ഒന്ന് റെസ്റ്റ്. അപ്പൊ റെസ്റ്റ് എടുത്തപ്പോ ഒരു ചായക്കട നടത്താൻ തോന്നി അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇതിനെ വന്ന ബാബേട്ടൻ തന്നെയല്ലേ? അപ്പൊ ഞാനിപ്പോ നാളെ ഓട്ടോറിക്ഷ ഇതിനെ പോകുമ്പോ അങ്ങനെ ഈ പപ്പടവട കണ്ടപ്പോ നമുക്കൊരു ആഗ്രഹം, ഒരു ചായ, ഒരു വെള്ളച്ചായയും പപ്പടം തിന്നാ. അപ്പൊ നമുക്ക് നല്ല രുചി തോന്നി. അപ്പൊ ഞാനൊന്ന് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ 4 മണിച്ചായൊക്കെ ഇവിടെ ഒന്ന് കുടിക്കട്ടെ എല്ലാവരും. അപ്പോൾ നമ്മളെ ബാബേട്ടൻ്റെ കടയിൽ, ഹൈവേയിലുള്ള ബാബേട്ടൻ്റെ കടയിൽ വന്നിട്ട് എല്ലാവരും ചായ കുടിക്കുക. വെള്ളച്ചായ ഉണ്ട്, ചായ ഉണ്ട്, ഒക്കെ ഉണ്ട്.
പക്ഷേ പപ്പടവടയാണ് വെറൈറ്റി. പിന്നെ പൊരിക്കടികളൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ, പക്ഷേ പപ്പടവട എല്ലായിടത്തും പൊരിക്കലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് പപ്പടവട തിന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പപ്പടവടക്ക് 7 രൂപ ഉള്ളൂ. 10 രൂപ ഉള്ളത് 7 രൂപ ഉള്ളൂ ഇവിടെ കേട്ടോ. ഇവിടെ കുറച്ച് വില കുറവാണ്. പപ്പടവട വലിയ പപ്പടമാണ്, ആ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എന്തായാലും ഒരു ചായയും ഒരു പപ്പടവടയും കഴിച്ച് കഴിഞ്ഞാൽ 17 റുപ്യ ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചായക്കടയെ കൊണ്ടുപോയിട്ട് പറയും ആ ഒരു വെള്ളച്ചായയും ഒരു പപ്പടവടയും കൊടുക്ക്, കുറച്ച് അവല് കൊടുക്ക്, ഇങ്ങനെയൊക്കെ പറയുക. അന്നൊക്കെ അങ്ങനെയല്ലേ സംഭവം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറയും, അല്ല പൂള ഉണ്ടെങ്കിൽ പൂള കൊടുക്കാൻ പറയും. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പോൾ ഒരു ഷവർമ ഒരു സെവനപ്പ് അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരെ ഇവരൊക്കെ സ്ഥിരം ഒരു കുടിക്കാൻ വന്നതാണ്. മുമ്പ് ഒരു ചായയും പപ്പടവടിയൊക്കെ തിന്നിട്ട് പോയി. ഇവിടെ കുറേ ആളുണ്ടായിരുന്നു നേരത്തെ കാണിച്ച, അവരൊക്കെ സ്ഥിരം 4 മണിൻ്റെ ആൾക്കാരാണ്. 4 മണിച്ചായ. 4 മണിച്ചായക്ക് പണ്ടൊക്കെ നമ്മൾ ഈ പിന്നെ എന്താണ് അരി വറുത്തതാ. അരി വറുത്ത ഇപ്പോൾ ആരെയും തിന്നോ? അരി വറുത്ത കുട്ടികൾക്ക് ഓർമ്മ പറ്റണ്ട. അന്നൊക്കെ അരി വറുത്ത ഇട്ട് കഴിഞ്ഞാൽ ആ ചായയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വയറ് ഇറങ്ങി പോരെ. ഇതാണ് സംഭവം. അപ്പോൾ കച്ചവടമൊക്കെ തന്നെ ഉഷാറാണ്. ഉഷാറാണ്. ഓക്കെ എന്നാ വാവട്ടെ. വരും അല്ലേ? സ്ഥിരമുള്ള കടയാണ്. എന്താ പേര്? രാഹുൽ. ആ നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ ചായ അടിക്കാൻ വയ്ക്കുന്ന ഒരാളാണ്. പപ്പടവട ഇതെല്ലാം നല്ല ഫേമസ് ആണ്. നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് രുചിയോടുകൂടി ഒരു പപ്പടവട ചായ അത് കഴിക്കാൻ ഇവിടെ തന്നെ വരണം. അതിനിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഇവിടെ തന്നെ എത്തും. നമുക്ക് കുറേ പേരുണ്ട് വരാൻ. ഇനി ഇപ്പോൾ ഒരു 6 മണിക്കാകുമ്പോൾ 7 മണിക്കാകുമ്പോഴേക്കും ആളുണ്ടാവും. ലാസ്റ്റ് അടയ്ക്കാൻ നേരത്താകുമ്പോഴും ആളുണ്ടാവും. 2 മണി തൊട്ടിട്ട് ഒരു 7-8 മണി വരെ ഉണ്ടാവും കച്ചവടം അല്ലേ? 7 മണി വരെ 8 വരെ ഉണ്ടാവും. അല്ല ഞാനിപ്പോൾ ഒരു പപ്പടവടയും ചായ നാളെ കുടിച്ചപ്പോഴേ നമുക്കൊരു പൂതി. പപ്പടവടയും ചായ ഒന്നുകൂടി, ചായ അല്ല വെള്ളച്ചായ. മുമ്പ് വെള്ളച്ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് കുടിച്ചതാണ്. പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മാക്കാൻ നന്നല്ലോ. ആ കൈപ്പടയിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പം നമ്മളെ മൂപ്പരൊരു വീഡിയോ നമുക്ക് ഇടാലോ വെച്ചിട്ടാണ് അങ്ങനെ വന്നതാണ്. ഓക്കെ താങ്ക് യു. ബാബുട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് മുക്കിലെ പീടിക. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ. ഈ സ്ഥലം പൊന്നാനി താലൂക്കിൽ പെട്ടതാണ്. അപ്പോൾ അറിയാത്തവർക്ക് തന്നെ പൊന്നാനി താലൂക്കിലുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. ഹൈവേയിൽ മുക്കിലെ പീടിക ഇറങ്ങണ സൈഡിലായിട്ടാണ് ഈ കട.